മലയാളി ഫ്രം ഇന്ത്യ നാളെ റിലീസാവുകയാണ് മെയ് 1. നമ്മളേവരും പ്രത്യേകിച്ച് മലയാളികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ്. കാരണം അതിൻ്റെ ഇറങ്ങിയ കണ്ടന്റുകളെല്ലാം ഓരോന്നും നമ്മളേവരെയും ആകർഷിക്കുന്നതായിരുന്നു. അത് മാത്രമല്ല വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കണ്ടന്റുകളാണ് മലയാളി ഫ്രം ഇന്ത്യയുടെ പുറത്തിറങ്ങിയത്. പ്രൊമോ വീഡിയോ എല്ലാവരും ആസ്വദിച്ചു. ഇപ്പോഴും തിയേറ്ററിൽ പോയാൽ നമ്മൾ സിനിമകൾ കാണാൻ പോകുമ്പോൾ ആ പ്രൊമോ വീഡിയോ ആണ് കാണുന്നത്. ഭയങ്കര രസമായിട്ടുണ്ട്. എനിക്കത് കണ്ടപ്പോൾ ചിലപ്പോൾ തോന്നുന്നു ഡിജോ ഭയങ്കരമായിട്ട് ആക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതല്ലേ നല്ല ഗംഭീര പഠനമാണ്. അപ്പോൾ നമുക്കൊരു പുതിയൊരു നായകനെ കിട്ടുമോ എന്നൊരു സംശയം തോന്നിയിട്ടുണ്ട് അത് കാണുമ്പോൾ. എനിവേസ് അത് കഴിഞ്ഞ് കൃഷ്ണ സോങ് ഇറങ്ങി. അത് അതിനും ഗംഭീരമായിരുന്നു. കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ടീസർ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി. ഈ ചിത്രം എന്താണ് എന്ന് നമ്മളെ ഏവരെയും ആകാംക്ഷയോടെ നിർത്തുന്ന ഒന്നായിരുന്നു. കാരണം അത് ഇറങ്ങിയ കണ്ടന്റുകളിൽ നിന്നെല്ലാം വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടീസറായിരുന്നു ഇറങ്ങിയത്. ഏതായാലും ഈ ആകാംക്ഷ എല്ലാം നിർത്തിക്കൊണ്ട് തന്നെ നാളെ സിനിമ വേൾഡ് വൈഡ് ആയിട്ട് തിയേറ്ററുകളിൽ എത്തുകയാണ്. അപ്പോൾ നമ്മുടെ മലയാളി ഫ്രം ഇന്ത്യ നമ്മളേവരും ആകാംക്ഷയോടെ നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആരെയാണോ കാണാൻ ആഗ്രഹിച്ചത് ആ താരത്തെ നമുക്ക് സമ്മാനിക്കും. ലിസ്റ്റിൻ സ്റ്റീഫൻ എന്ന പ്രൊഡ്യൂസറും ഡിജോ എന്ന സംവിധായകനും ഷാരിസ് എന്ന തിരക്കഥാകൃത്തും എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു നിവിൻ പോളിയെ നമുക്ക് നാളെ തിരിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷയും ഈശ്വരനോടുള്ള അങ്ങനെയുള്ള ഒരു ആഗ്രഹം നടത്തി തരണമേ എന്നുള്ള പ്രാർത്ഥനയുമാണ് ഞങ്ങളുടെ ടീം സൈഡിൽ നിന്ന് ഞങ്ങൾക്കുള്ളത്. അത് നടക്കുമെന്നുള്ളൊരു ആത്മവിശ്വാസം നമുക്കുണ്ട്. അപ്പോൾ ഇന്ന് നിങ്ങളുടെ എല്ലാവരുടെയും മാത്രമല്ല നിങ്ങൾ മീഡിയ ഫ്രണ്ട്സ് എല്ലാവരും തന്നെ ഇറങ്ങിയ എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾക്ക് സപ്പോർട്ടാണ് ഉണ്ടായിരുന്നത്. ഇനിയും ആ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നാളെ റിലീസ് ചെയ്യുന്ന ചിത്രത്തെക്കുറിച്ചും ഇവരുടെ ഓരോ ക്യാരക്ടേഴ്സ്, കാരണം യാതൊരു വിധത്തിലുള്ള കാര്യങ്ങളും മീഡിയയ്ക്ക് മുമ്പിലോ മറ്റ് കാര്യങ്ങളിലോ ഒന്നും പ്രൊമോഷൻ വൈസ് ഞങ്ങൾ ഇറങ്ങിയിട്ടില്ല. കാരണം ഈ സിനിമ പുറത്തു വരട്ടെ, ആ സിനിമ സംസാരിക്കട്ടെ എന്നാണ് സംവിധായകൻ ഡിജോയ് പറയുന്നത്. ഒപ്പം കട്ടയ്ക്ക് കൂട്ടിനായിട്ട് നമ്മുടെ ലിസ്റ്റിൻ സ്റ്റീഫൻ എന്ന നമ്മുടെ പ്രൊഡ്യൂസറുണ്ട്. പിന്നെ നമ്മൾ ഈ ചിത്രത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന്റെ സംവിധായകനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ, സംവിധായകൻ ഡിജോ ജോസിനെ എനിക്ക് ഏഞ്ചൽസ് എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് പരിചയം. അന്ന് ചീഫ് അസോസിയേറ്റ് ആയിരുന്നു. അതിനുശേഷം ഡിജോ ക്വീൻ എന്ന ചിത്രം ചെയ്തു. അന്നേരം അതിന്റെ തിരക്കഥയും ഷാരിസ് ആയിരുന്നു. അതിനുശേഷം ജനഗണമന ചെയ്തു. ഒപ്പം ഷാരിസ് ഉണ്ടായിരുന്നു. മൂന്നാമത് കിട്ടടിയായി വീണ്ടും മലയാളി ഫ്രം ഇന്ത്യയിലും ഷാരിസിന്റെ കൂടെ തിരക്കഥ എടുക്കാൻ. പിന്നെ നമ്മളുടെ മാജിക് ഫ്രെയിംസിനൊപ്പം ലിസ്റ്റിൻ സ്റ്റീഫൻ, ഡിജോ, നിവിൻ പോളി കൂട്ടുകെട്ട് ഇതും ആദ്യമായിട്ടാണ്. പിന്നെ അനശ്വരയെ പ്രത്യേകിച്ച് നമ്മൾ പറയണ്ട. അനശ്വര ഒരു ഭാഗ്യ താരമാണ്. അഭിനയിക്കുന്ന എല്ലാ സിനിമകളും ഹിറ്റാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു പ്ലസ് പോയിന്റ് ആയിട്ട് ഞങ്ങൾ കണക്കാക്കുകയാണ്. അപ്പോൾ ഈ സിനിമയുടെ കാര്യങ്ങളെ കുറിച്ചും വിശേഷങ്ങളെ കുറിച്ചും അറിയാനുള്ള ഒരു പ്രസ് മീറ്റാണ്. നിങ്ങൾക്ക് അറിയാനുള്ള കാര്യങ്ങളും ചോദിക്കാം. അവർ പറയും, ഓരോരുത്തരായിട്ട് ചോദിക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതിന്റെ നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫനോട് തന്നെ ചോദിക്കാം. ലിസ്റ്റിൻ സ്റ്റീഫന് ഞാൻ മൈക്ക് കൈമാറാണ്. എങ്ങനെയാണ് നിവിൻ പോളിയെ കാസ്റ്റ് ചെയ്തത്? അല്ലെങ്കിൽ മാജിക് ഫ്രെയിംസ് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ചിത്രം ചെയ്തു? അപ്പോൾ എല്ലാവരും ഇപ്പൊ ലിസ്റ്റിൽ തന്നെ പറയുന്നത് ഡിജോ സംസാരിക്കട്ടെ, സംവിധായകൻ സംസാരിക്കട്ടെ എന്നാണ്. ഓക്കെ, നമസ്കാരം. ഞാൻ ഒരു സെക്കൻഡ് സുധീർ പറയാം. അപ്പോൾ നമസ്കാരം. ആദ്യമേ എല്ലാവർക്കും ഇന്ന് നമ്മളുടെ ഈ പ്രസ് മീറ്റിന് നിങ്ങളെല്ലാവരും ഇവിടെ വന്നതിന് ഒരുപാട് നന്ദി പറയണം. ഇതാണ് ഫസ്റ്റ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഫ്രം ദ ടീം ഓഫ് മലയാളി ഫ്രം ഇന്ത്യ. ഇന്ന് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് ബേസിക്കലി നിങ്ങൾക്കറിയാം, നമ്മുടെ പ്രൊമോഷൻ കണ്ടൻസ് ആയിട്ടും അങ്ങനത്തെ പലതും വന്നു. പിന്നെ അതിനുശേഷം ഇന്നലെ ഒരു ടീസർ വന്നു, വേൾഡ് മലയാളി ആന്തം, ഇങ്ങനത്തെ എല്ലാം വന്നു. നാളെ സിനിമ ഇറങ്ങുകയാണ്. അപ്പോൾ അതിലാദ്യം പറയാനുള്ളത്, നാളെ ബുധനാഴ്ച നമ്മുടെ സിനിമ ഇറങ്ങുകയാണ്. അപ്പോൾ അത് ഒന്ന് നമ്മളെല്ലാവരും അറിയിക്കുക എന്നൊരു ഇതാണ്. ബേസിക്കലി ബുധനാഴ്ച സിനിമ ഇറങ്ങുകയെന്ന് പറഞ്ഞാൽ യൂഷ്വലി നമ്മുടെ ടൈം ഫ്രെയിമിലൊക്കെ എല്ലാം വെള്ളിയാഴ്ചയാണ്. പിന്നെ അത് കുറച്ച് തേഴ്സ്ഡേ എന്ന രീതിയിലേക്കായി. ഇന്നിപ്പോൾ എനിക്കൊന്ന് ലോക തൊഴിലാളി ദിനത്തിൽ നമ്മൾ ഫസ്റ്റായിട്ടാണ് മെയ് 1 ബുധനാഴ്ച നമ്മുടെ സിനിമ കാണുന്നത്. അപ്പോൾ അത് പലരും അറിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ
അതുകൊണ്ട് നിങ്ങളെല്ലാവരും അത് എല്ലാവരിലേക്ക് എത്തിക്കണം. അതാണ് സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ പ്രൈമോസ്റ്റ് ആഗ്രഹം. മലയാളി ഫ്രം ഇന്ത്യ എല്ലാവരിലേക്കും അറിയിക്കണം. അതാണ് ഫസ്റ്റ് ഇന്ന് വന്നതിൻ്റെ, വേറെ ഒന്നുമല്ല, ഇന്ന് വന്നതിൻ്റെ മെയിൻ ഇത്. വെള്ളിയാഴ്ച നടികർ സിനിമ ഇറങ്ങുന്നുണ്ട്. നമ്മുടെ തന്നെ സുഹൃത്തുക്കളായ ടോമി ജി ഡയറക്ടർ സൗബിനായിട്ടുള്ള നടികർ റിലീസാണ്. അപ്പോൾ നമ്മളെല്ലാവർക്കും അവരുടേതായ സ്പേസ് ഞങ്ങൾ വെള്ളിയാഴ്ച അല്ല, ഞങ്ങൾ അല്പം ലിസ്റ്റിനാണെങ്കിലും നമ്മളെല്ലാവരും റിസ്ക് എടുത്ത് ബുധനാഴ്ച നമ്മുടെ സിനിമ പ്ലേസ് ചെയ്തിരിക്കണം. അപ്പോൾ അതിൽ ഞങ്ങൾ മനസ്സിലാക്കുന്ന അതിൽ റിസ്ക് ഉണ്ട്. പക്ഷെ ആ റിസ്ക് ഞങ്ങൾ നിങ്ങൾക്ക് തരികയാണ്, ഞങ്ങൾ പ്രേക്ഷകർക്ക് തരികയാണ്. ഞങ്ങൾ ബുധനാഴ്ച സിനിമ ഇറക്കുകയാണ്. അപ്പോൾ അത് നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കണം. ഇതാണ് ഫസ്റ്റ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പിന്നെ മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാധാരണ മലയാളം, അതായത് ആൽപ്പറമ്പിൽ ഭൂമി എന്ന് പറയുന്നൊരു സാധാരണക്കാരൻ്റെ സിനിമയാണ്. ഈ സിനിമ ഏകദേശം 2 മണിക്കൂർ 38 മിനിറ്റ് ദൈർഘ്യമാണ്. ഇതിൽ അവൻ്റെ വീടും നാടും നമുക്കെല്ലാവർക്കും നമ്മുടെ ലൈഫിലുള്ളത് പോലെ ചെറിയ ചെറിയ കളിയും അവൻ്റെ പ്രണയവും അവൻ്റെ ചെറിയ വികൃതികളും ചെറിയ കളിയും, എന്നാൽ കളിയിൽ അല്പം കാര്യമുള്ള ഒരു കഥയാണ് മലയാളി ഫ്രം ഇന്ത്യ. ഇത് അതിനുശേഷം നമ്മൾ ഈ സിനിമയിലേക്ക് കൂടുതൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ നമ്മൾ പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് ചോദ്യങ്ങളുണ്ടാവും, അതെല്ലാം അറിയാം, അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് തന്നെ നിൽക്കുന്നത്. അതിന് മുന്നേ തന്നെ ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന പോയിന്റായിരുന്നു, എന്തായിരുന്നു പ്രമോഷന് നിവിനായാലും ധ്യാനായാലും അല്ലെങ്കിൽ അനശ്വര അവരുടെയൊക്കെ ഇൻ്റർവ്യൂസ്. ആക്ച്വലി ഷൂട്ടിൻ്റെ തിരക്കിലായിരുന്നു നിവിൻ. ആക്ഷൻ ഹീറോ ബിജു 2 ഷൂട്ടിൻ്റെ ഇടയിലായിരുന്നു. ധ്യാനായാലും ഞാൻ വിളിച്ചതാണ്, പക്ഷെ ധ്യാനിന് ഇവിടെ എത്തിച്ചേരാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ വന്ന് പ്രോബ്ലി നാളെ മറ്റന്നാൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ PR-ആയിട്ട് കോർഡിനേറ്റ് ചെയ്ത് നമ്മൾ ഇൻ്റർവ്യൂസും എല്ലാം പതുക്കെ വന്ന് ഞാൻ അതിലോട്ട് കിടക്കുകയാണ്, പ്രൊമോഷൻ സൈഡിലോട്ട് കിടക്കുകയാണ്. അത് ആദ്യമായിട്ടാണ് സിനിമ ഇന്ന് തൊട്ട് നമ്മളെ പ്രസ് മീറ്റ് വെച്ചത്. നാളെ സിനിമ തന്നെയാണ്. അവിടെ നമ്മൾ ഇതിൻ്റെ പ്രൊമോഷൻ ആക്ടിവിറ്റീസിലോട്ട് നേരെ കിടക്കും. അങ്ങനെ അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിവിൻ എല്ലാവരെയും നമ്മൾ ആർക്കുണ്ട് അല്ല ബ്രോ. നേരത്തെ മഞ്ജു പറഞ്ഞ പോലെ മഞ്ജു പറഞ്ഞിട്ട് എന്ന് പറയാം, ഞാൻ ഇവിടെ ഒളിച്ചോടി പോകുന്നില്ല, ഞാൻ ഇവിടെ തന്നെ കിടക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ആക്ച്വലി ഷൂട്ടിൻ്റെ തിരക്കും കാര്യങ്ങളും ആയതുകൊണ്ടാണ്. പക്ഷെ നമ്മൾ മുന്നേ പോയ ഇന്റർവ്യൂസിലും എല്ലാവർക്കും ചോദ്യമായി, ഇവരും ധ്യാനമുണ്ട്, നിവിനും ധ്യാനമുണ്ട്. അതാണ് ഞാനിത് പറയുന്നത്. അവരും അനശ്വരയും ക്രിസ്ത്യനും എല്ലാവരും നമ്മൾ ഇനി ഒരുമിച്ച് ഈ സിനിമയെ ആസ് എ മലയാളി നമ്മൾ മുന്നോട്ട് പോകുന്നു. പിന്നെ എനിക്ക് ഈ സിനിമയെ പറ്റി നാളെ ഇറങ്ങുന്ന ചിത്രത്തെ നിങ്ങൾ എന്ത് രീതിയിൽ എടുക്കുമെന്ന് എനിക്കറിയാം. നിങ്ങൾ സിനിമ കാണണം, നിങ്ങൾക്കത് ചിലപ്പോൾ ഇഷ്ടമാവാം, ഇഷ്ടമാവാതിരിക്കാം. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു ആസ് എ മലയാളി നിങ്ങളെ ഈ സിനിമ നിരാശപ്പെടുത്തിയില്ല. ഇതാണ് എനിക്ക് തരാനുള്ള വാക്ക്. അത് നിങ്ങൾ നാളെ വന്ന് സിനിമ കണ്ട് സിനിമയെ പറ്റി നിങ്ങൾ സംസാരിക്കണം. സിനിമ സംസാരിക്കട്ടെ. താങ്ക് യു. ശരി, ജനങ്ങളുമായി അത് അഡ്രസ് ചെയ്യുന്നൊരു ക്രൈം ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയെ റെപ്രസെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സൊസൈറ്റി നടക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒരു പ്രതിഷേധമുണ്ട് അതിനകത്ത്. മലയാളി ഫ്രം ഇന്ത്യയിലും ഇതിൽ പ്രതിഷേധമൊന്നുമല്ല. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇപ്പൊ വീണ്ടുള്ള സിനിമയിൽ അവിടെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. എനിക്ക് വേറെ കൂടെ കണക്ട് ചെയ്യാൻ പറ്റും. ക്യാമ്പസിലെ പിള്ളേർക്കാണ് അവർക്ക് ഉണ്ടായ ഒരു ഇൻസിഡന്റ്. അതെങ്ങനെയാണ് ഇപ്പൊ വളരെ ചോദിച്ച ചോദ്യത്തോടെ ഞാൻ ഉത്തരം പറഞ്ഞു. വീട്ടിൽ അങ്ങനെയാണ് കണക്ട് ചെയ്യാൻ പറ്റും. ജനങ്ങളിൽ മോർ ഓഫ് നമ്മൾ കണ്ടതുപോലെ കേട്ടതുമായ ഏതൊരു ഇൻസിഡന്റിലേക്ക് ഭയങ്കരമായിട്ടൊരു കണക്ട് ഫീൽ ചെയ്യും. ഇത് അതുപോലെ ഒരു സാധാരണ മലയാളിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ആവും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അത് ഞങ്ങളുടെ ആത്മവിശ്വാസമാണ്, കൂടെ പ്രാർത്ഥനയാണ്. അതായത് ഇത് അതുകൊണ്ട് തന്നെയാണ് മലയാളി ഫ്രം ഇന്ത്യ എന്ന ടൈറ്റിലേക്ക് ഞങ്ങൾ വെച്ചത്. ജനഗണന എന്ന് പറഞ്ഞ ടൈറ്റിൽ വെച്ചപ്പോൾ ആദ്യം പറയുന്നത് എന്താണ് ഈ ടൈറ്റിൽ കൊണ്ട് ഉദ്ദേശിച്ചത്. ആ ഉദ്ദേശം എനിക്ക് സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴാണ് കുറെ കൂടെ കിട്ടിയത്. അതുപോലെ തന്നെ മലയാളി ഫ്രം ഇന്ത്യ ഞങ്ങളുടെ ആൽപ്പറമ്പിൽ ഭൂമിയുടെ കഥയാണ്. ഇത് എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റും. അവൻ്റെ ആ യാത്ര അല്ലെങ്കിൽ അവൻ്റെ ജീവിതം ഭയങ്കരമായിട്ട് കണക്റ്റബിളാണ്. എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. അതെല്ലാം രീതിയിൽ ഐഡിയാണ്. എൻ്റെ ഒന്നും കിട്ടത്തില്ല. അല്ല, വീരത് പറഞ്ഞത് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഫേസ് ചെയ്യാനുണ്ടോ, ഒളിച്ചുകൂടിയിട്ട് കാര്യമില്ല. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്താൽ എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തെ ഭാഗത്ത് സഹായിച്ചു തോന്നുന്നു.
പ്രശ്നങ്ങളെല്ലാം വന്നു. അപ്പോൾ പ്രേക്ഷകർക്ക് നന്ദി. എനിക്കതിൻ്റെ പ്രൊമോഷൻ പരിപാടിയിലൊന്നും പങ്കെടുക്കാൻ പറ്റിയില്ല. ഞാൻ കൊൽക്കത്തയിലായിരുന്നു. ഇങ്ങനെ പല പ്രാവശ്യം വിളിച്ചിരുന്നു, എല്ലാം എത്താൻ പറ്റിയില്ല. ഇപ്പോൾ റീസെൻ്റ്ലിയാണ് വന്നത്. പക്ഷേ ആ സിനിമ സ്വീകരിച്ചതുപോലെ തന്നെ ഈ സിനിമയിൽ പ്രേക്ഷകർ സ്വീകരിക്കുന്ന വിശ്വസിച്ചു. അല്ല, ഭയങ്കര എക്സ്പെക്ടേഷൻ അങ്ങനെ ലൈഫ് ചേഞ്ചിങ് ക്യാരക്ടർ അങ്ങനെ ഫീൽ ചെയ്തിട്ടല്ലേ. സിനിമ നല്ലതാണ്. ഷാൻസിൻ്റെ എഴുത്ത് എനിക്കിഷ്ടമാണ്. ഡിയോയുടെ മുമ്പ് കണ്ട സിനിമകൾ എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഇവരുടെ കോമ്പിനേഷൻ വളരെ ഓഡിയൻസ് എവിടെ വായിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇവരുടെ സിനിമയിലൂടെ വരുന്നുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എടുത്ത് പിന്നീട് ആരംഭിച്ചു. അപ്പോൾ പിന്നെ ഈ കഥയിൽ എനിക്ക് യോഗിയോട് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി. അങ്ങനെ എടുത്ത സിനിമയാണ്. എന്തെങ്കിലും മാസ ഡയലോഗ് പ്രതീക്ഷിക്കാം. എന്തെങ്കിലും മാസ ഡയലോഗ് പ്രതീക്ഷിക്കാം. ജനങ്ങളാണെങ്കിലും കണ്ടായതുപോലെ അത് ഞാൻ ചോദിച്ചു. പക്ഷെ അത് ഞാൻ പറഞ്ഞ ഏക്കില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇല്ല അതായത് പറഞ്ഞാൽ പറയാനോ മാസമായതെല്ലാം വൃത്തികാരം. ഇത് അതാണ് പറയാം. സിനിമ ജനഗണമനായിട്ടൊന്നും അങ്ങനെ ഒരു ഇതിനെ പറ്റിയ ടീസർ ആ പറഞ്ഞ വളരെ ഒരു ലൈറ്റർ വേർഷനിൽ നിങ്ങൾ കണ്ടാൽ മതി. ഞാൻ ഭയന്ന് മാരകമായിട്ടുള്ള സിനിമ ലൈഫ്. അതിനെ ഇവിടെ വന്നവർക്കും താങ്ക് യു സോ മച്ച്. മലയാളി ഫ്രം ഇന്ത്യ നാളെ റിലീസാവാണ്. മെയ് 1 റിലീസാവാണ്. ഒരു ബുധനാഴ്ച റിലീസാവാണ്. വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഞാൻ ഇൻസൈറ്റിലുണ്ടായിട്ടുള്ളൂ. അപ്പോൾ വളരെ കുറച്ച് ഭാഗമേ ഞാനുള്ളൂ. പക്ഷെ ഞാൻ കണ്ടെടുത്തോളം ഞാൻ ഒരുപാട് കാണാൻ എക്സൈറ്റഡ് ആയിട്ടുള്ള സിനിമയാണ് മലയാളി ഫ്രം ഇന്ത്യ. ഒരു സാധാരണക്കാരുടെ, ഒരു സാധാരണ മലയാളിയുടെ ഗോപി എന്നൊരു യുവാവിൻ്റെ ഒരു സിനിമയാണ്. ആളുടെ ലൈഫും ആളുടെ പ്രണയവും ആളുടെ ജീവിതവും ആളുടെ പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് പോകുന്ന ഒരു എൻ്റർടൈൻമെൻറ്റും അറ്റ് ദ സെയിം ടൈം നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സിനിമയാണ് മലയാളി ഫ്രം ഇന്ത്യ. സോ നാളെ എല്ലാവരും തിയേറ്ററിൽ തന്നെയാണ് പോയി കാണും. വർക്കിംഗ് ഡേ ആണെന്ന് അറിയാം. ബട്ട് സ്റ്റിൽ തിയേറ്ററിൽ തന്നെയാണ് പടം പോയി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രേക്ഷകർ ആ സിനിമ രണ്ടുപേരും സ്വീകരിക്കും എന്നും പ്രതീക്ഷിക്കുന്നു. സോ താങ്ക് യു. അപ്പോൾ ആ ഡിസിഷൻ ബെസ്റ്റ് തന്നെ ഉണ്ടായിരുന്നോ? ഒരു ഇത്ര ലാംഗ്വേജസ് റിലീസ് ചെയ്യണ്ടായിരുന്നു, മലയാളത്തിൽ തന്നെ എല്ലാവരിലേക്ക് എത്തണം ആ ഒരു കാര്യം. നമ്മളുടെ ഭാഷയിൽ കുറച്ചൊക്കെ ബാക്കിയുള്ളവർ കേൾക്കട്ടെ, നമ്മുടെ ഭാഷയിൽ തന്നെ നമ്മുടെ സിനിമ കാണട്ടെ എന്നുള്ള പർപ്പസ്ഫുൾ തീരുമാനം. അതിന് ഈ സിനിമ പെർഫെക്റ്റ് ആണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നമ്മളൊരു എന്താ പറയുക, ഇപ്പോൾ നമ്മളിവിടെ നിന്ന് FM ഇപ്പോൾ വെച്ച് നോക്കിയാൽ നമ്മളൊരു അരമണിക്കൂറിൽ തമിഴ് പാട്ട് നമ്മൾ കേൾക്കും അല്ലേ. നീ ചെന്നൈയിൽ പോയിട്ടോ ബാംഗ്ലൂർ പോയിട്ടോ ഒന്ന് പ്ലേ ചെയ്യും. അവരുടെ ഭാഷയിൽ മാത്രമേ പാട്ടുകൾ കേൾക്കുള്ളൂ. നമ്മളെല്ലാത്തിനെയും സ്വീകരിക്കുന്നവർ, മലയാളികളുടെ ഏറ്റവും വലിയൊരു ഒരു ക്രെഡിറ്റാണ് നമ്മളെല്ലാത്തിനെയും സ്വീകരിക്കുന്നത്. ഒരു വേൾഡ് കപ്പ് സമയത്ത്, ഫുട്ബോൾ വേൾഡ് കപ്പ് സമയത്ത് 10-20 രാജ്യങ്ങളിലെ കൂട്ടി ഉയരുന്ന ഒരു സംസ്ഥാനമാണ്. അങ്ങനെ ഒരു നാടാണ്. അപ്പോൾ ആ നാടിനെ, ആ മലയാളിയെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ മലയാളിയെ നമ്മൾ ഡബ് ചെയ്തിട്ട് കേൾക്കണം. മലയാളിയെ നമ്മൾ വേറൊരു ഭാഷയിൽ ഡബ് ചെയ്യണം എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചൊരു വലിയ ചോദ്യം. വേണ്ട, ഈ വർഷം നമ്മൾ തകർത്തുകൊണ്ടിരിക്കുകയല്ലേ. നമ്മളുടെ സിനിമയല്ലേ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത്, നമ്മളുടെ സിനിമകളല്ലേ വെയിറ്റ് ചെയ്യുന്നത്. നമ്മളുടെ ഭാഷ ബാക്കിയുള്ളവർ കേൾക്കട്ടെ, നമ്മളുടെ ഭാഷയിൽ തന്നെ കേൾക്കട്ടെ. ഈ മുൻപ് സൈക്കിളിൽ ഈ രണ്ടുപേരും പോകുന്ന, ലുങ്കി എടുത്ത് പോകുന്നത് ഇതായിരിക്കണം ഞങ്ങളുടെ ടീസർ എന്നും ഫസ്റ്റ് ലുക്ക് എന്നും. ഈ ഫസ്റ്റ് ലുക്ക് തന്നെ ലോകമെമ്പാടുമുള്ള സ്ക്രീനുകളിൽ വരണമെന്നും ആഗ്രഹിച്ചാണ് ഞങ്ങൾ ഈ സിനിമ വന്നത്. കാരണം ഇത് ലുങ്കി എടുക്കുന്നതിൻ്റെയും മുണ്ടെടുക്കുന്നതിൻ്റെയും സിനിമയാണ്. അതിനെ ഡബ് ചെയ്യണ്ട. കൃഷ്ണസ്വാമി ആ കണ്ട വേഷം തന്നെയാണ്, അല്ലെങ്കിൽ ടീസറിൽ കണ്ടത് തന്നെയാണ് സിനിമ. പ്രൊമോഷൻ മീറ്റിംഗിൽ കണ്ടതൊക്കെ ഇറ്റ്സ് ടോട്ടലി ഡിഫറെന്റ്. കണ്ടാൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇതിന്റെ രൂപവും ലുക്കും എല്ലാം നമ്മൾ ഡിസൈൻ ചെയ്തേക്കണം. റെപ്രസെന്റ് സാധാരണ മലയാളി എന്താ ഈ ചിത്രം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത് എങ്ങനെയായിരുന്നു? ഇപ്പൊ നിവിൻ ധ്യാൻ ചിത്രം ഞാനത് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ഫുൾ റിസ്കില് ഇപ്പം ഞാൻ ഇത്രയും സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഫുൾ റിസ്കിൽ ഒരു സിനിമ ഇറക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു അവസ്ഥ എന്താകുമെന്ന് ഞാനിങ്ങനെ കുറേ ദിവസങ്ങളായിട്ട് ഭാര്യ അതുകൊണ്ടിട്ട് എന്നോട് നിൽക്കാതെ വീട്ടിൽ ടൂർ പോയേക്കാണ്. കാരണം നമ്മുടെ ഈ ടെൻഷൻസൊക്കെ ഈവൻ കണ്ടുകൊണ്ട് ആണെന്ന് തോന്നുന്നു. കാരണം ഒരു സിനിമ ഇറക്കിയിട്ടിട്ട് അതിൻ്റെ കാര്യങ്ങൾ പോലും പുറത്തേക്ക് വിടുന്നില്ല. അതുപോലെ ഇന്നലെ ഞങ്ങളെല്ലാം നിർബന്ധിച്ചിട്ടാണ് വിജയ വിടുന്നത്. കാരണം അപ്പോൾ അതിൻ്റെ സസ്പെൻസ് പോകും. ഞാൻ വിചാരിച്ചത് 1-ാം തീയതി ഇറങ്ങുമ്പോൾ ഓൾറെഡി പോകുമല്ലോ. അപ്പോൾ 2 ദിവസം
ദിവസം അവിടെ വെയിറ്റ് ചെയ്യും, 2 ദിവസം അവിടെ വെയിറ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ ഞാൻ നിർബന്ധിച്ചതിന്റെ പേരിലാണ്. അപ്പം നിവിനും ഇതെല്ലാം കേട്ടുകൊണ്ടിട്ടിരിക്കുകയാണ്. ഞാൻ നിവിനോട് പറഞ്ഞു, നിവിനെ ഇവൻ നമ്മളെ മൊത്തത്തിൽ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു സംശയമുണ്ട്, നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു പ്രസ് മീറ്റ് കൊടുക്കണം. അങ്ങനെ നിവിൻ പറഞ്ഞു ശരി, അപ്പൊ അങ്ങനെയാണ് ഒരു പ്രസ് മീറ്റ് തന്നെ നമുക്ക് വെക്കാന്നുള്ള ഒരു വാശിയുടെ പുറത്താണ് ഇന്ന് പ്രസ് മീറ്റ് പോലും വെച്ചത്. അല്ലെങ്കിൽ ഇന്ന് മിനിങ്ങാന്നിറങ്ങിയ ടീച്ചറും കാണത്തില്ല, ഇന്നത്തെ പ്രസ് മീറ്റും കാണത്തില്ല. ചിലപ്പോൾ എനിക്ക് ഇതോട്ടെ നാളെ കഴിഞ്ഞ് ചിലപ്പോൾ ഞാനും കാണത്തില്ല. ഒരു സെക്കൻഡ്, നമ്മളെ DOP മനുഷ്യന്റെ മുന്നിൽ വരാത്തൊരു മനുഷ്യനോ ക്യാമ്പസിന്റെ ഫ്രണ്ടിൽ തന്നെ ആദ്യമായിട്ട് എന്തായാലും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഞാൻ ആക്ച്വലി ഈ കഥ ഇനിഷ്യലി നല്ല ഏർലി ആ കേൾക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്യാരക്ടറിൻ്റെ ഒരു ജേർണി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. എനിക്ക് അത് ആക്ച്വലി ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി. ഒരു ദിവസം മൊത്തം ഏറ്റവും അലമ്പ് എങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ള ഡിസ്കഷനാണ്. അപ്പൊ അതിങ്ങനെ കുറെ ഇട്ട് ഞങ്ങൾ പല വെച്ച് പിന്നെ അത് സമയമെടുക്കും. ആ പ്രോസസ്സ് തന്നെ ഒരു 15-20 മിനിറ്റോളം അത് സെറ്റ് ചെയ്ത് അത് കുറച്ച് അങ്ങനെ ഭയങ്കര അങ്ങനെയൊന്നും ചെയ്തില്ല, കണ്ടറിയാമല്ലോ. ടീസർ ഇറങ്ങിയ സമയത്ത് ഫസ്റ്റ് ഷോട്ട് കണ്ടിട്ട് കാന്താര സിനിമയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറെ കമന്റ്സ് അതിന്റെ അടിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറച്ചായിട്ട് ഇത്തരത്തിൽ കലാരൂപങ്ങൾ കാണുമ്പോൾ കാന്താര പോലുള്ള സിനിമകൾ ഇവിടെ കമ്പയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്തരം കമന്റുകളോട് എന്താ പറയാനായിട്ട്? അല്ല, അത് നമ്മുടെ സിനിമയിലെ ടീച്ചറിൽ വിട്ട ഒരു കൈമാറ്റക്കാരി അല്ലെങ്കിൽ മുത്തപ്പൻ, ഇതൊക്കെ നമ്മുടെ കേരളത്തില് നമ്മുടെ അതിന്റെ ഓരോ ഏരിയാസിൽ വരുന്ന അത് നമ്മുടെ സിനിമയിൽ വളരെ സത്യമായിട്ട് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ള ഒരു വലിയ ഏരിയാസാണ്. മുത്തപ്പനൊക്കെ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ടീച്ചർ വിട്ടപ്പോൾ അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. കാന്താര സിനിമയായിട്ട് ഒരു ബന്ധമില്ല. ജസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, ഈ മുത്തപ്പൻ നമ്മുടെ മലയാളികൾക്ക് എത്രത്തോളം കണക്റ്റാണ് ഒരു കൈമാറ്റക്കാരി മുത്തപ്പൻ. അതുപോലെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. സലീമേട്ടൻ, മഞ്ജു ചേച്ചി ഗോപിയുടെ അമ്മയാണ്. ഈ ക്യാരക്ടേഴ്സൊക്കെ നമ്മുടെ ലൈഫിൽ നമ്മുടെ അമ്മമാരും ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കണക്ട് ചെയ്ത് വെച്ചത്. അപ്പൊ അതേപോലെ തന്നെയാണ് ആൽബറിൽ ഒതുക്കി ഈ പറഞ്ഞ മുത്തപ്പനും ഇവരെല്ലാം. ഇതാണ് മലയാളിയുടെ ഒരു സ്റ്റോറി എന്ന ബേസിസിൽ നമ്മൾ അങ്ങനെ ഒരു ടീച്ചറുണ്ട്. അതിൻ്റെ ഒരു കാന്താര നാട്ടിൽ പോയി ഒരു മാസ് ആവുന്ന ഒരു രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ്. 2 ചേഞ്ച് ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റും. ഒരു ദിവസം ഇതില് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥ പറഞ്ഞു പോകുന്നുണ്ട്. ചിലവ് നമുക്ക് വലിയ പറ്റില്ലല്ലോ, പക്ഷെ ടീച്ചറിൽ അല്ല, ബേസിക്കലി പറഞ്ഞത് സസ്പെൻസ് ഒന്നും ഇല്ല. ഈ വിട്ടാന്ന് പറഞ്ഞിട്ട് സസ്പെൻസ് ഒന്നും ഇല്ല. എനിക്ക് നിങ്ങളുടെ ടീച്ചറിൽ കണ്ടതായിരിക്കും ഒരു സസ്പെൻസ്. അതായത് വീടിന്റെ ഒരു ലുക്കും കൂടെ ഉണ്ട്. അതായത് ഈ ജനകരമായ പോലെ ഒരു ഹാർഡ് കോർ സസ്പെൻസ് ഫിലിം സിനിമയല്ല. വെരി ലൈറ്റ് ഹാർട്ടഡ് സിനിമ. അതിൽ ഇങ്ങനെ ഒരു ലുക്കുണ്ട്. അത് വ്യക്തമാണെന്നുണ്ടായിരുന്നു. അത് ഇങ്ങനെ ടീച്ചർ വീട്ടിലായിരുന്നു. ഒരു പക്ഷേ ഞങ്ങൾ തിയേറ്ററിൽ കാണത്തുണ്ടായിരുന്നു. ഞങ്ങൾ അതുകൊണ്ട് അത് ഇന്നലെ നമ്മൾ വളരെ ക്ലീൻ ആയിട്ട് കിട്ടും. ഈ മൈ നെയിം ഈസ് ഖാൻ ഒക്കെ പോലെ വേറൊരു ടെറൈനിലേക്ക് പോകുന്ന പൊളിറ്റിക്സ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു തരത്തിലേക്കുള്ള ചിത്രമാണ്. അത് ആക്ച്വലി ഞാൻ കുറേ സിനിമകൾ ഈ പറഞ്ഞ മൈ നെയിം ഈസ് ഖാൻ ഇങ്ങനത്തെ കുറേ സിനിമകളുടെ റെഫറൻസ് ആണ് എന്ന് പറയുന്നത്. സത്യം പറഞ്ഞ ആ സിനിമയൊക്കെ നമ്മൾ ഭയങ്കര ഇൻസ്പയർ ആയിട്ട് കാണാം. വേറെ ഒരു സിനിമയാണ് ഇത്. എനിക്കൊന്നും ഇപ്പോൾ ജനഗണനയുടെ സമയത്ത് നമ്മൾ ഇന്ത്യയുടെ പലരും അബ്ദുൾ നാസർ മദനിയുടെ കഥയാണോ എൻ്റെ ഒരു ചോദ്യം ഉണ്ടാകും. പക്ഷെ അത് നിങ്ങൾ April 22 വന്നു കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ അതുപോലെ തന്നെ ഇത് അൽപ്പറമ്പിൽ ഭൂമിയുടെ കഥയാണ്. 24 മണിക്കൂർ നാളെ വരുമ്പോൾ അത് വളരെ ക്ലിയറാണ്. സിമ്പിൾ. പ്രൊഡ്യൂസർ ആയാലും ഹീറോ ആണെങ്കിലും റൈറ്റർ ആണെങ്കിലും ക്യാമറമാൻ ആണെങ്കിലും ഇത്രയും നാളത്തെ ആ ഒരു ജേർണിയാണ് ഞങ്ങളുടെ സിനിമ. അല്ലാതെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ക്ലാഷ് റിലീസ് ഒന്നും എടുക്കാതെ നമ്മളെല്ലാവർക്കും വളരെ സ്പേസ് കൊടുക്കണം. നമ്മൾ അവർക്കും വിഷയമായിട്ടാണ് ഞാൻ തുടങ്ങിയത്. അപ്പോൾ ഈ സിനിമ നാളെ നിങ്ങളുടെ മുന്നിൽ 2 വെച്ച പ്രസ് മീറ്റിൻ്റെ ഒരു പ്രത്യേകിച്ചുള്ളൂ. ബുധനാഴ്ച ആണ് നമ്മുടെ മലയാള സിനിമ. മലയാളി ഫ്രം ഇന്ത്യ ആണ്.
പിന്നെ മലയാള സിനിമയ്ക്ക് നമ്മൾ കൊടുത്ത സ്വീകാര്യത അത് വളരെ ഇമോഷണലി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഈ സിനിമ കാണണം, വിജയിക്കണം. താങ്ക് യു.